സൗദിയിലെ പൊതുമാപ്പ് കാലാവധി അവസാനിക്കുന്നതിന്റെ തീയതി അടുക്കുമ്പോഴും റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്ന് പരാതി. ജിദ്ദയിലെ പെട്രോൾ സ്റ്റേഷൻ ശൃംഖലയിൽ 30ഓളം ഇന്ത്യക്കാർ മാസങ്ങളോളം ശമ്പളം ലഭിക്കാതെ ദുരിതത്തിൽ. ഇതിൽ 12 മലയാളികളും. ഖത്തറിൽ ഇ-ഗേറ്റ് കാർഡുകളുടെ നിരക്കുകൾ വെട്ടിക്കുറച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ യൂസേഴ്സ് ഫീ 200 രൂപ കുറയ്ക്കാൻ തീരുമാനം. ഫീസ് 775 രൂപയിൽ നിന്ന് 575 ആയി. മലബാർ സിമന്റ്സ് മുൻ കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് ഫോറൻസിക് റിപ്പോർട്ട്. മലബാർ സിമന്റ്സിലെ ഫ്ലൈ ആഷ് തട്ടിപ്പ് കേസിൽ വിവാദ വ്യവസായി VM രാധാകൃഷ്ണൻ 3-ാം പ്രതി. മരാമത്ത് കേസിൽ മുൻ മന്ത്രി MK മുനീറിനെതിരെ വിജിലൻസിന്റെ 3-ാമത്തെ കുറ്റപത്രം. കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് മുനീർ. സൗദിയിലെ പൊതുമാപ്പ് കാലാവധി അവസാനിക്കുന്നതിന്റെ തീയതി അടുക്കുമ്പോഴും റിയാദിലെ ഇന്ത്യൻ എംബസി അവസരത്തിനൊത്ത് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി. വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാത്തതും പുതിയ അംബാസിഡറുടെ ചില നയങ്ങളുമാണ് പരാതിക്ക് കാരണം. റിയാദ് ബ്യൂറോയുടെ റിപ്പോർട്ട്. റിയാദിലെ ഡിപ്ലോമാറ്റിക് സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ എംബസി പരിസരം ജനനിബിഡമാണ്. പൊതുമാപ്പിന്റെ കാലാവധി അടുക്കുന്നതോടെ പിഴയും ശിക്ഷയും കൂടാതെ നാട്ടിലെത്താനായി എംബസിയുടെ ഔട്ട്പാസ് ലഭിക്കുന്നതിനുള്ള തിരക്കാണ് എംബസിയുടെ മുന്നിൽ. എന്നാൽ ഇവരെ എംബസിയുടെ ഗേറ്റിൽ അധികൃതർ തടയുന്നതായി തൊഴിലാളികളും സാമൂഹ്യപ്രവർത്തകരും പരാതിപ്പെടുന്നു. ഞാൻ പല പ്രാവശ്യം പോകുമ്പോഴും ഞങ്ങളെ പോലും അകത്ത് കടത്തിവിടാതെ നിങ്ങൾ ഏജന്റ് ആണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും അവിടെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് സംസാരിച്ച് രണ്ടാമത് സംസാരിച്ചാൽ അംബാസഡർ അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുകയും എനിക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പട്ടാളക്കാരെ വിളിച്ചിട്ട് ഉടനെ പോലീസുകാർ വന്ന് തോക്ക് കാണിച്ച് ഞങ്ങളെ കഴിഞ്ഞ് വണ്ടി പോലും കയറാൻ സമ്മതിക്കാതെ ചെക്ക് പോയിന്റിന് പുറം കൊണ്ട് കടത്തിവിട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എംബസിക്കകത്ത് നമ്മളെ കടത്തിവിടുന്നില്ല. പിന്നെ എങ്ങനെ ഒരു ഇന്ത്യക്കാരൻ എങ്ങനെ ഇന്ത്യൻ എംബസിയിൽ ചെല്ലുമ്പോൾ അതിനകത്തുനിന്ന് കയറാൻ പോലും അനുവദിക്കുന്നില്ല. അവർ റോഡിൽ നിൽക്കാൻ സൗദി സെക്യൂരിറ്റി അധികൃതരും അനുവദിക്കുന്നില്ല. മുഴുവൻ ഇന്ത്യക്കാരെയും എംബസിയുടെ കോമ്പൗണ്ടിൽ പ്രവേശിപ്പിച്ച് ഔട്ട്പാസിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് സന്നദ്ധ സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ആവശ്യം. 1.5 മണിക്കൂറോളം പോലും ഞാൻ എംബസിയുടെ സെക്യൂരിറ്റിയുമായി റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും എനിക്ക് ആ എംബസിക്കകത്തോട് കടന്നു ചെല്ലാനോ ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കാനോ ഉള്ള ഒരു അവസരം തരാതെ ആ വ്യക്തിക്ക് അന്ന് നേടിയെടുക്കാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം എംബസി വളരെ നികൃഷ്ടമായി നിഷേധിക്കുകയാണ്. അത് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ എന്നോട് പറയാൻ കാരണത് നിങ്ങളെപ്പോലുള്ള സോഷ്യൽ വർക്കേഴ്സാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കണ്ടെത്തി എംബസിയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കി തരുന്ന. ഇവിടെ വന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും സൗദി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് എംബസിയുടെ മുമ്പിലേക്ക് എത്തിപ്പെടുമ്പോൾ അവരെ അവിടെ ഇരുത്തിക്കൊണ്ട് കരയിക്കുന്ന രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് OICCയുടെ സാമൂഹിക പ്രവർത്തനം ജീവന പ്രവർത്തനമായ നാസർ കല്ലറ പ്രവാസികളുടെ നേരിടുന്ന ഒരു പ്രശ്നമായി അപ്പോയിന്റ് വാങ്ങിച്ച് പോയിട്ട് പോലും സെക്യൂരിറ്റിയുടെ അനുവാദം കിട്ടാത്തൊരവസ്ഥയും. പൊതുമാപ്പിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് കഴിയുന്നത്ര പൗരന്മാരെ നാട്ടിലെത്തിക്കുക എന്ന എംബസിയുടെ കടമ നിർവഹിക്കപ്പെട്ടില്ലെങ്കിൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണ ഇന്ത്യൻ തൊഴിലാളികളായിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. നരേന്ദ്രൻ ചെറുകാട്, അമൃത ന്യൂസ്, റിയാദ്. അമൃത ന്യൂസ് മിഡിൽ ഈസ്റ്റ് അവതരിപ്പിച്ചത് KM Trading, hypermarkets, supermarkets and department stores. KM Trading, symbol of confidence. Barakat, quality plus, fresh squeezed juice, just like homemade. Bright light, വിരൽ തുമ്പിലെ സൂര്യൻ. Lulu hypermarket, supermarket and department stores, where the world comes to shop. Hapro Goodbye Rochas. വെസ്റ്റേൺ യൂണിയൻ വഴി UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നും പണം അയക്കുമ്പോൾ ഭാഗ്യശാലിക്ക് $3,50,000 സമ്മാനം കിട്ടുവാനുള്ള അവസരം.